കേശുവേ എന്നാലും ഇത് എങ്ങനെ പറ്റിയെന്ന് പറയടാ. ഉള്ളൊക്കെ പറ്റി. അമ്മായി അമ്മൂമ്മയും കനകാന്റി എവിടെ? അമ്മയും കനകേച്ചിയും പുറത്തുപോയി. ഒന്ന് വിളിച്ചിട്ട് വരാതിരിക്കാൻ പറയാൻ പറ്റൂ? വരാതിരിക്കാൻ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശിവാനി എവിടെ? ശിവാനിയും പുറത്തുപോയി. നന്നായി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. അങ്ങനെ പോയ എങ്ങനെ ശരിയാവും മെർലിനെ? ഇതെങ്ങനെ നടന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അതിന്റെയൊക്കെ ആവശ്യമുണ്ട്. ഗൗരി, ഞങ്ങളിങ്ങി വന്നു. കേശുമോ വന്നായിരുന്നോ? കേശു വന്ന് ദാണ്ട കിടക്കുന്നു. പൊന്നമ്മ ഇതേനെ കൊറേ നേരമായിട്ട് ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കണം. അവൻ വാദമൊന്നും പറയണതാ. മക്കളെ എന്താ പറ്റിയെന്ന് പറയടാ പൊന്നുവനെ. കണ്ടിട്ട് തോന്നലില്ല എന്തൊരു പറ്റിയത്, കണ്ടിട്ട് മനസ്സിലാവണില്ലേ? ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇവ എന്തോ പ്രശ്നം തീർത്ത് കോളേജിലോട്ട് പോണെന്ന് ശിവ പറഞ്ഞായിരുന്നു. അവിടെ നടിവല്ലോ കിട്ടി കാണും അല്ലേടാ? കണ്ടോ, സമാധാനം ഉണ്ടാക്കാൻ പോയ കൊച്ച. നല്ലവർക്ക് കാലമില്ല. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലയോ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോവല്ലേന്ന്? എത്ര പറഞ്ഞാലും കേക്കത്തില്ല. കേശുവേ, ഇതിങ്ങനെ വിട്ടാ പറ്റൂല. എന്തായാലും പ്രതികരിക്കണം. വെറുതെ എഴുന്നോണ്ടല്ലോ അവന്മാര് തലയെ കയറി കളിക്കും. എന്തായാലും കൊടുക്കണം കേശു. ഗിരിയേട്ടന്റെ ടീമിനെ വിളി. എന്തായാലും നമ്മൾ തിരിച്ചു കൊടുക്കണം. അതെ, ആവശ്യമില്ലാത്ത പ്രശ്നത്തിന്റെ പുറകൊക്കെ പോണോ? നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ. ഇത് അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. അമ്മ ഇത് ഉറപ്പിച്ചോ? ഇത് ഏവന്റെന്നും അടി കിട്ടിയതാണ്. എന്റെ പൊന്നമ്മായിയെ, സത്യമായിട്ട് എന്നെ ആരും അടിച്ചതല്ല. அப்படினா இந்த காயம் எல்லாம் எப்படி வந்தது? കായം അടിപെട്ടത് എപ്പടിന്ന്? ഞാൻ ഒരു റോട്ടിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് ഓടയുടെ സൈഡില് ഒരു ഏത്തപ്പഴത്തിന്റെ തൊലി ഉണ്ടായിരുന്നു. ആദ്യം ചവിട്ടി നേരെ ഓട വീണു. എന്തോന്ന്? ഏത്തപ്പഴത്തിന്റെ തൊലി ചവിട്ടി ഓട വീണു. എന്റെ കൂടെ വേറെയും കുറെ ആൾക്കാർ നടന്നു വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് ആർക്കും ഒരു തേങ്ങയും പറ്റിയില്ല. ഏത്തപ്പഴത്തിന്റെ തൊലി ചവിട്ടി വീണ് ഇങ്ങനെ പറ്റി. ഇത് അതൊന്നും അല്ല. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. മെർലിനെ, നീ സത്യം പറ. നിങ്ങൾ രണ്ടുപേരും കൂടെ നടക്കുന്നത് ആ വിൻസെന്റ് തോമസ് കണ്ടായിരിക്കും. അവരാളെ വിട്ട് തല്ലിച്ചല്ലേ? അമ്മായി, കേശുവിനെ അടിച്ച് ഏവനായാലും ശരി ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും. ഞാൻ സത്യം പറയാം. അതായത് 2 ദിവസം കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ എല്ലാരും കൂടി പൊളിച്ചുകൊണ്ടിരിക്കല്ലേ. അതുകൊണ്ട് നിന്റെ അപ്പൊ ആളെ വിട്ട് തല്ലിക്കോ? അമ്മ പറയട്ടെ. പറ. അപ്പൊ കേശു നിർബന്ധിച്ചപ്പോ ഞങ്ങളൊരു ട്രിപ്പിന് പോയി. ആദ്യമായിട്ടല്ലേ അങ്ങനെ പോണേ. അപ്പൊ കറങ്ങി തിരിഞ്ഞു വന്നപ്പോ ഇവൻ ചെറുതായിട്ട് സ്കൂട്ടറിൽ നിന്ന് വീണു. അയ്യോ, அப்படினா உனக்கு ஒண்ணுமே ஆகலே, இவனுக்கு மட்டும்தானே காயம்? അതാ എന്റെ അത്ഭുതം. എനിക്കൊന്നും പറ്റിയില്ല. അത്ഭുതം? എന്തായാലും അത്ഭുതപ്പെടായില്. അവളായിരുന്നല്ലോ വണ്ടി ഓട്ടിച്ചേ. അപ്പൊ അവള് സേഫായിട്ട് പുല്ലിലോട്ട് ചാടി. ഞാൻ വീണത് ടാറിട്ട റോട്ടിലായിപ്പോയി. അപ്പൊ ചതമൊത്ത ടാറിലെപ്പോന്ന് തോന്നുന്നു. കേശു, എന്നാ നീ റെസ്റ്റ് എടുക്ക്. ഒരാഴ്ച ഇനി പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. ഞാനെന്നാ ഇറങ്ങട്ടെ.